നമസ്കാരം ടാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കളർ കറക്ഷൻ്റെ വീഡിയോ ആണ്. ഓട്ടോമാറ്റിക് കളർ കറക്ഷൻ, കളർ ഗ്രേഡിംഗ് അല്ല കേട്ടോ. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് എങ്ങനെ കാണുന്നോ ആ രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറിലേക്ക് ഫുട്ടേജിന് എത്തിക്കുക. അതായത് ലോഗ് ഫയലുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ വേറൊരു കളറായിരിക്കും, നിങ്ങൾക്ക് അറിയാം അല്ലേ. ആ ഒരു ഫുട്ടേജിനെ നമ്മുടെ നാച്ചുറൽ കളറിലേക്ക് എത്തിക്കുന്നത് കറക്റ്റ് ചെയ്തിട്ട്, അതായത് കളർ എങ്ങനെയാണോ അതിലേക്ക് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അധികം പറയുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലെ. അപ്പോൾ ഞാൻ കുറച്ച് ഫുട്ടേജുകളൊക്കെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നേരെ കളർ ടാബിലേക്ക് പോവുകയാണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് നിങ്ങൾക്ക് കണ്ടറിയാം. ഈ ഒരു ഫുട്ടേജ് ഈ ഒരു കളർ അല്ല ആക്ച്വലി ഉണ്ടാവുക. ആ ഒരു ടൈപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം അല്ലേ. അപ്പോൾ ഇത് കളർ ഗ്രേഡ് ആണോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. കളർ ഗ്രേഡ് അല്ല, കളർ ഗ്രേഡ് വേറെയാണ്, കളർ കറക്ഷൻ വേറെയാണ്. അതിൻ്റെ ഒരു വ്യക്തമായ വീഡിയോ നമ്മൾ ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാത്തവർ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഫുട്ടേജിനെ ഞാൻ ഒന്ന് കളർ കറക്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനെന്താ ചെയ്യുന്നത്, ഈ പ്രൈമറി കളർ വീൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിവിടെ മാറ്റിയിട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ പേര് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൈമറി കളർ വീൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ ഇതിൻ്റെ അകത്തേക്ക് എന്നെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, ഈ എ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോമാറ്റിക് വേറൊരു കളറിലേക്ക് പോയില്ലേ. ഇനി ഒന്ന് ഫുട്ടേജ് പ്ലേ ചെയ്യണേ. കണ്ടോ ഇപ്പോൾ ഒരു നാച്ചുറൽ കളറിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കളർ കാണിച്ചു തരാം. ഓൾട്ട് ഡി, വിൻഡോസിലാണെങ്കിൽ ഓൾട്ട് ഡി, മാക്കിലാണെങ്കിൽ ഓപ്ഷൻ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ പഴയൊരു കളർ ഇതാണ്, ആ ലോഗ് പോലത്തെ ഒരു കളറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഒരു നാച്ചുറൽ ലുക്കിലേക്ക് വന്നു. ഇതാണ് ഇവിടെ ഓട്ടോമാറ്റിക് കളർ കറക്ഷൻ നടന്നേക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് വേറെ ഫുട്ടേജിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ഇതിലൊക്കെ തന്നെ ഇതേ ഓപ്ഷൻ തന്നെയാണ്, എ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വേറൊരു കളറിലേക്ക് പോയില്ലേ. ഇതൊക്കെ കളർ ഗ്രേഡ് ചെയ്ത് വെച്ച ഫുട്ടേജുകളാണ്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ കളർ ഗ്രേഡ് ചെയ്യാത്തൊരു ഫുട്ടേജാണ്. ഇതിനൊന്ന് നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കണ്ടോ ഈ ഒരു കളറിലേക്ക് വരും. പിന്നെ നമുക്കിതിന് ചെറിയ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ ഫേസിലേക്ക് ലൈറ്റ് വന്നു അല്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളല്ലോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യേണ്ട കുറേ ലോഗ് ഫയലുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ട് ഫുട്ടേജ് ഓട്ടോ ചെയ്യേണ്ടത് കേട്ടോ. ക്യാമറയിലൊക്കെ എടുത്തേക്ക് ഞാൻ ഫോണിലെടുത്തായതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഈ തുണി വലിച്ചെറിയുമ്പോൾ നമ്മൾ വാനിഷ് ആയി പോകുന്ന ആ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടോ, കണ്ടോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, കൂടുതലൊന്നും പറയാനില്ല. എന്താ നമ്മൾ പറഞ്ഞത്, കളർ പാനലിൽ വന്നിട്ട് കളർ വീൽസിൽ വന്ന് പ്രൈമറി കളർ വീൽസിൽ വന്നിട്ട് ഇവിടെ എ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ചെയ്യുക. ഇവിടെ ക്ലിപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ ടൈം ലൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ടൈം ലൈനും കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ കളർ ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല, ചെറിയൊരു കളർ ഗ്രേഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു ടൈപ്പ് കളറൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ അല്ല, കളർ കറക്ഷൻ്റെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. ജസ്റ്റ് ഒരു കളർ ഗ്രേഡ് ചെയ്തു. കളർ കറക്ഷൻ ചെയ്ത ശേഷം കളർ ഗ്രേഡ് ചെയ്തുകൊണ്ട് കണ്ടോ പെട്ടെന്ന് നല്ലൊരു ലുക്കിലേക്ക് വന്നില്ലേ. സിമ്പിളാണല്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.